നമ്മുടെ ആടുജീവിതത്തിലെ സോങ് പാടി നമ്മുടെ ബ്ലെസ്സി സാറ് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ച് അല്ലേ? അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. എന്തെങ്കിലും അങ്ങനെ ആരെങ്കിലും വേറെ ആരെങ്കിലും മെസ്സേജ് അയച്ച് സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഖദീജ റഹ്മാൻ സാറിൻ്റെ മോള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ പെരിയോനെ പാട്ട് പാടിയതിന് ശേഷം. മാപ്പിളപ്പാട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കശഫ് കറാമത്തേറ്റേ ഹൈറായദീനെ പോറ്റേ മഷൂദിൻ സക്തി പാറ്റേ മജ്ദൂബൻ ഹൂ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ഉണ്ടായ കമൻസിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെ എന്തെങ്കിലും ഒരു മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ അഴകിയലയില എന്ന് പറഞ്ഞിട്ട് റീൽ ഞാൻ ഇട്ടപ്പം അതിൻ്റെ താഴെ ഒരാൾ വന്നിട്ട് ഞാൻ വെറുതെ ലിപ്സിങ് ചെയ്യാണ്, എല്ലാ വേറുള്ളവർ പാടിയത് എടുത്തിട്ട് ലിപ്സിങ് ചെയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിപ്സിങ് ചെയ്യാന്ന് പറഞ്ഞല്ലോ എന്തായാലും അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് പാടി കേൾപ്പിച്ചു കൊടുത്താലോ? ഓക്കെ. சிறகின்னு விருத்தல் கூந்தலை இங்கே சூரியனிலை வாயானது அங்கே என் மனம் இன்று போனது எங்கே மன்மதனே ஒன்றது எங்கே. സാഡ്. അതിപ്പോൾ സിമ്പിളായിട്ട് കിട്ടുമല്ലോ. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല, ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ. സോ ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ടാലൻറ്റഡ് സിംഗറാണ്. മീനയാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു? സുഖം. ഓക്കെ, നമുക്കിപ്പം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പം നമുക്കൊരു പാട്ട് വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ ഓക്കെ. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാറ്റിലൂടെ വാ. സൂപ്പറായിട്ട് പാടി. അപ്പം എങ്ങനെയുണ്ട്? ഇപ്പം സുഖമായിട്ടിരിക്കുന്നു? എങ്ങനെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ലെവലിലെത്തി, ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, എങ്ങനെയുണ്ട് ഒരു ഫീൽ? ഭയങ്കര സന്തോഷമാണ്. കാരണം പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും കോളേജിൽ പോകുമ്പോഴാണെങ്കിലും കുറേ ആൾക്കാർ നമ്മൾ അറിയണത് ഈ ഒരു പാട്ട് പാടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് മീരയ്ക്കുണ്ട്. ഞാൻ അറിയുന്നത് നമ്മുടെ എനിക്കൊന്ന് പെരിയോനെ സോങ് അതിലാണോ വൈറലായത്? അതിലാണല്ലേ വൈറലാവുന്നത്? പെരിയോനെ നമ്മുടെ ആടുജീവിതത്തിലെ സോങ് പാടി നമ്മുടെ ബ്ലെസ്സി സാറ് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ച് അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ വിചാരിച്ചോ? അതായത് ഇങ്ങനെ ജസ്റ്റ് എങ്ങനെ റീല് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക അത്രേ വിചാരിച്ചുള്ളൂ അല്ലേ? ഞാൻ സാധാരണ റീല് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ എല്ലാ പാട്ടും അങ്ങനെ റീല് ഇടാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്നാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാ ദിവസവും ഇടുന്ന പോലെ ഒരു റീല് എന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് സാർ എന്താ വിളിച്ചിട്ടെന്താ വേറെ? ബ്ലെസ്സി സാറിനെ ഞാൻ നേരിട്ട് പോയി കണ്ടത്. അത് ഞാനൊരു ദിവസം വീഡിയോ ഉണ്ട് തോന്നുന്നു. ഫസ്റ്റ് കേട്ട് അപ്പം തന്നെ പഠിച്ച അപ്പം തന്നെ പാടി. അങ്ങനെ പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം എന്തായിട്ടും ഉണ്ടാകുന്നത്? അപ്പോൾ ഞാൻ ബ്ലെസ്സി സാറിനെ അതിൻ്റെ അഡ്വർടൈസിങ് ടീമാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓരോരോ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പം അവർ വഴിയാണ് ബ്ലെസ്സി സാറിൻ്റെ അടുത്ത് പോയത്. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ കൈയും കാലൊക്കെ വിറയ്ക്കായിരുന്നു. സാറിനെ കാണാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോകുമെന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ബ്ലെസ്സി സാറിനും കൂടെ കണ്ടിട്ട് പോവാം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ സന്തോഷമായി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഇയാളുടെ വീഡിയോസിൽ കുറേ ഇങ്ങനെ സെലിബ്രിറ്റീസ് കമൻറ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം റസൂൽ പൂക്കുട്ടി സാർ, അതേപോലെ അങ്ങനെ ആരൊക്കെയോ കുറേ ആൾക്കാരെ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പം
അപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് ഏത് വീഡിയോസ് ഇട്ടാലും ഫോളോവേഴ്സ് മെസ്സേജ് അയച്ച് എന്തെങ്കിലും അങ്ങനെ ആരെങ്കിലും വേറെ ആരെങ്കിലും മെസ്സേജ് അയച്ച് സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഖദീജ റഹ്മാൻ റഹ്മാൻ സാറിൻ്റെ മോള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ പെരിയോനെ പാട്ട് പാടിയതിന് ശേഷം. പിന്നെ ഇപ്പോൾ നിഖില വിമൽ ആൻഡ് സിത്താര ചേച്ചിയൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ്. വീട്ടിലെല്ലാവരും അപ്പോൾ എന്തോ പറയണു? വീട്ടിലെല്ലാവർക്കും സന്തോഷം. ഞാൻ റീൽ ചെയ്യാൻ പറഞ്ഞല്ലോ, അതിന് മുമ്പേ ഇടുമായിരുന്നു. പക്ഷെ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഞാൻ ഒരു 50-51 റീലൊക്കെ ഉദയമേ നീ അറിയുമോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 700 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിന്ന് പെട്ടെന്ന് 10K ആ ഒറ്റ വീഡിയോയിൽ കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ വീഡിയോസിനും അത്യാവശ്യം വ്യൂസ് ഉണ്ട്. ഓക്കെ. മീര ഇപ്പോൾ എവിടെ നിന്ന്? മലപ്പുറത്ത് നിന്നാണ്. ഓക്കെ. അപ്പം എന്താ ചെയ്യണേ? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഓക്കെ. ഏതാ? ഹിസ്റ്ററി. ഓക്കെ. അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ പാട്ട് പഠിക്കുമായിരുന്നോ അതോ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വയം പാടുന്നതാണോ? ഞാൻ കുറച്ച് മാസം പഠിച്ചിട്ടുണ്ടായിരുന്നു പാട്ട്. ഏത് വയസ്സിൽ? ഞാനൊരു 8-ലൊക്കെ പഠിക്കുമ്പോൾ ഒരു 3 മാസം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്നിട്ട് അത് നിന്നു. അപ്പോൾ അതിന് മുന്നേ പാടുമായിരുന്നോ? പാടുമായിരുന്നു. പിന്നെ +2 കഴിഞ്ഞിട്ടും ഒരു 4 മാസം അതല്ലേ നിർത്തിയപ്പോൾ? അത് കൊറോണ വന്നപ്പോൾ അങ്ങനെ അങ്ങ് നിർത്തിയതാ. പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാൻ? ഇപ്പോൾ ശനി ഞായറുമാണ് ക്ലാസ് ഉണ്ടാവുക. ഇപ്പോൾ പ്രോഗ്രാംസ് ഉള്ള കാരണം അങ്ങനെ പോകാൻ പറ്റാറില്ല. പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്? ഞങ്ങൾക്ക് ബാൻഡ് ഉണ്ട്, മ്യൂസിക് ബാൻഡ്. ഞാൻ കണ്ടത് നഗാര. അതെങ്ങനെയാണ്? അത് നിങ്ങൾ എത്ര പേര്? ഞങ്ങൾ 8 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അപ്പം ഞാൻ ഒറ്റ പെൺകുട്ടിയുള്ളൂ ബാൻഡിൽ, ബാക്കി ബോയ്സ് ആണ്. ഇപ്പോൾ ഒരു പാട്ട് പാടി ചിലപ്പോൾ നമ്മൾ ഒരാളുടെ അഭിപ്രായം ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ട്, അതിൽ പോസ്റ്റ് ചെയ്യാൻ കൊള്ളാവോ അങ്ങനെ ചോദിക്കില്ലേ? അപ്പോൾ അത് ആരുടെ അടുത്തായിരിക്കും? ഞാൻ അങ്ങനെ ചോദിക്കാറില്ല, കാരണം സ്വന്തമായിട്ട് തോന്നുന്ന പാട്ടുകൾ ചെയ്യും. പിന്നെ നമ്മൾ കമൻറ്റ് നോക്കിയിട്ടാ, അതായത് നമ്മൾ ഒരേ ജേണലിലുള്ള പാട്ടുകൾ എങ്ങനത്തെ പാട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അങ്ങനെ നമുക്ക് നോക്കുമല്ലോ, അങ്ങനെ നോക്കിയിട്ട് അധികം പാടാറ്. ഓക്കെ. അപ്പം നമ്മൾ പെരിയോനെ എന്നുള്ള സോങ് നമുക്ക് ഒന്നിവിടെ പാടി കേൾക്കാം. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ എങ്ങിരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺ തരി വാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. സൂപ്പർ. വെറുതെ എല്ലാ ബ്ലെസ്സി സാറൊക്കെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചേ. ഓക്കെ. അപ്പം റിയാലിറ്റി ഷോസിലൊക്കെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ പാട്ട് അങ്ങനെ ഒരു എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പാടുന്നത് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഇത് നമ്മുടെ ഒരു മെയിൻ സംഭവം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും വിചാരിക്കുന്നില്ല? വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു റീൽസൊക്കെ ഇട്ടിട്ടാണെങ്കിലും പിന്നെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെയുണ്ട്. അപ്പം ഞാൻ കേട്ടു മീര എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു മാപ്പിളപ്പാട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താ അപ്പം അങ്ങനെ ഒരു? നമ്മൾ മലബാർ ഏരിയ ആയതുകൊണ്ട്, മലപ്പുറം ഏരിയ ആയതുകൊണ്ട് മാപ്പിളപ്പാട്ടുകൾ പാടുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക്. ഓക്കെ. ശരിക്കും മാപ്പിളപ്പാട്ട് പാടാനാണ്, പിന്നെ വേറെ ഏതൊക്കെ പാട്ട് പാടാനായിരിക്കും ഇഷ്ടം? ഏതൊക്കെ ടൈപ്പ് സോങ് ആണ് കൂടുതൽ ഫേവറേറ്റ് ആയിട്ട്? ഞാൻ അങ്ങനെ ഇന്ന ടൈപ്പ് ഒന്നുമില്ല, എനിക്ക് കേട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ അധികം ഞാൻ പാടും. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ പറ്റി 2 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അപ്പം അതിൽ പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ടാവും. അപ്പം നമുക്ക് കമൻസ് ആയാലും മെസ്സേജസ് ആയാലും ബോത്ത് പോസിറ്റീവും നെഗറ്റീവും വരാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ഉണ്ടായ കമൻസിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെ എന്തെങ്കിലും ഒരു മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ മോശമായിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അഴകിയലയില എന്ന് പറഞ്ഞിട്ട് റീൽ ഞാൻ ഇട്ടപ്പം അതിൻ്റെ താഴെ ഒരാൾ വന്നിട്ട് ഞാൻ വെറുതെ ലിപ്സിങ് ചെയ്യാണ്, എല്ലാ വേറെയുള്ളവർ പാടിയത് എടുത്തിട്ട് ലിപ്സിങ് ചെയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കൂട്ടത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഒരു മോശം ഇതുവരെ വന്നിട്ടുള്ള ഇതിൽ
എനിക്ക് തോന്നി. അല്ലാതെ അങ്ങനെ മോശമായി ഒന്നും അങ്ങനെ DMസിലൊക്കെ ഇപ്പം നമുക്ക് ഗേൾസിന്റെ DMസിലും വളരെ മോശമായിട്ട് ഇപ്പം നമ്മൾ ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ തന്നെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇല്ല അങ്ങനെ അപ്പൊ ലിപ് സിങ്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ എന്തായാലും അല്ലേ? അപ്പൊ നമുക്കതൊന്ന് പാടി കേൾപ്പിച്ചു കൊടുത്താലോ? ഓക്കെ. சிறகின் விருத்தல் கூந்தலை எங்கே சூரிய நிலைவாயானது அங்கே என் மனம் இன்று போனது எங்கே மன்மதனே ஒன்றது எங்கே கண்ணத்தை தொட்டால் குங்குமம் கொட்டும் வெக்கத்தை தொட்டால் சந்தனம் கொட்டும் புன்னகை பட்டால் மல்லிகை மொட்டும் பார்த்தால் பருவம் மூச்சு முட்டும் காலடி ஓசைகள் கம்பனி கட்டுது அம்மா பிக்காசோவின் ஓவியம் ஒன்று பித்தோவானின் சிம்பனி ஒன்று பெண்ணாய் மாறியதோ அந்த புறத்து மகராணி ஓ ஓ அந்த புறத்து மகராണി. സൂപ്പർ സൂപ്പർ. എന്തായിട്ടും ആ കമന്റ് ഇട്ട ആൾ എന്തായിട്ടും ഇത് കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പം ഇപ്പം സ്കൂളല്ലേ, കോളേജ്. ഓക്കെ, കോളേജിലൊക്കെ എന്താ വിശേഷം? ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഉള്ളൊരു എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ആണ്, ആൾക്കാർ കൂടുതൽ അറിയപ്പെടുന്ന ഇത്രയും സെലിബ്രിറ്റീസ് മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു റെസ്പോൺസും കാര്യങ്ങളും എന്താ? ആദ്യമൊക്കെ എന്താ ഇപ്പം സെലിബ്രിറ്റി ഇങ്ങനെ പറയും, എപ്പോഴും പറയും. എന്നാലും നമ്മൾ അവരിൽ ഒരാളാണ്. പിന്നെ എനിക്ക് കുറേ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല, ഭയങ്കര ചെറിയൊരു സർക്കിൾ അത്രേ ഉള്ളൂ. അതെ. അപ്പം നമ്മൾ ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പം ഈ ഷാർജ അവിടെയൊക്കെ പോയത് കണ്ടോ? അത് ആക്ച്വലി പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്. പ്രോഗ്രാമിന് വേണ്ടി പോയത് ആണ്. ഓക്കെ. അപ്പൊ അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ അവര്. നിങ്ങൾ ഈ ബാൻഡാണോ? അല്ല, അവര് വിളിക്കും. അതെങ്ങനെ കോണ്ടാക്ട്? അപ്പൊ ഇൻസ്റ്റഗ്രാം വഴി കോണ്ടാക്ട് ചെയ്യുന്നതാണ്? ഒന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, മാധ്യമത്തിന്റെ ഒരു പ്രോഗ്രാമിനായിരുന്നു. അത് അവര് നേരിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് വിളിച്ചിരുന്നു. പിന്നെ പോയിട്ടുണ്ടായിരുന്നത് പ്രവാസി വെൽഫെയറിന്റെ ഖത്തറിൽ. അത് അവര് ഇങ്ങനെ വിളിച്ചിട്ട് തന്നെ അങ്ങനെ പോയതാണ്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് പോയത് അതായത് ഇന്റർനാഷണൽ ട്രിപ്പ് അങ്ങനെ ആയിരിക്കൂലേ? ഈ സോറി പാട്ടിന് വേണ്ടിയിട്ടായിരിക്കൂലേ പോയത്? അപ്പൊ ആ ഒരു എന്താ പറയാ, നമുക്ക് എന്തായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സത്യമായിട്ടും ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒറ്റക്കാണ് പോയത്? അപ്പൊ ഫസ്റ്റ് എനിക്ക് വീട്ടിലൊക്കെ ഭയങ്കര ധൈര്യവും വിശ്വാസവും ഒക്കെ ആണ് തോന്നുന്നല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ പോയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ രണ്ടാം തവണ പോയപ്പോൾ ഖത്തറിൽ. അപ്പോൾ അതിന്റെ പ്രോഗ്രാം അത് പ്രവാസി വെൽഫെയറിന്റെ പ്രോഗ്രാമായിരുന്നു. ഓക്കെ. അപ്പം നമ്മൾ കുറേ നേരം തുരുതുര സംസാരിച്ച് ചിലപ്പോൾ ബോറടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇതിനൊരു കുഞ്ഞു ഗെയിമിലേക്ക് പോവാം. ഞാൻ ഈ ബോക്സിൽ ഇങ്ങനെ ഒരു ഇമോഷൻസ് എഴുതി ഇട്ടിട്ടുണ്ട്. അപ്പം ഓരോന്ന് എടുക്കുക, എന്നിട്ട് അതിന് മാച്ചായിട്ട് വരുന്ന സോങ് അപ്പം എന്താ മൈൻഡിൽ തോന്നുന്നത് അത് പാടാം. ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? ബ്രേക്കപ്പ്. അയ്യോ, അത് ആക്ച്വലി ഞാൻ ലാസ്റ്റ് എഴുതിയിട്ടതാ. അതെന്താ ഫസ്റ്റ് വന്നു? ഓക്കെ ഓക്കെ, ബ്രേക്കപ്പ് എടുത്തു. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തെങ്കിലും ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ. കമ്മിറ്റഡ് ആണോ? അല്ല. ഓക്കെ. മറയുകില്ല ഏതു മണ്ണിലും പഴയ വഴികൾ, പൊഴിയുകില്ല ഏതു നോവിലും മനസ്സിനിലകൾ, പൊലിയുകില്ല നീ നൽകിയ മധുര നിമികൾ, നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നുവെന്ന തോന്നൽ കൊണ്ട് കനവേ. സൂപ്പർ സൂപ്പർ. നമ്മളിങ്ങനെ കണ്ണടച്ചിങ്ങനെ അലിഞ്ഞിങ്ങനെ പോകും പാട്ട് കേൾക്കുമ്പോൾ. നന്നായിട്ട് പാടി. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് എടുക്കാം. ലവ്. എന്താണ്? ഓക്കെ, ലവ് ആണ് അടുത്ത വേർഡ്. പീഡയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി, മിഴിനീരു പെയ്ത മാരിയിൽ കേടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ
രാധികേ മഞ്ഞുതേരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയെ. ഇപ്പം നമ്മൾ ലവ് ആണ് എടുത്തത്. ഓക്കെ, അപ്പം മീരയെ സ്നേഹിക്കുന്ന ആൾക്കാരെടുത്ത് മീരയ്ക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഈ ഒരു നിമിഷം? ഇപ്പം ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ചിലപ്പോൾ ലൈഫിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല നമുക്കിങ്ങനെ നമ്മൾ ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എത്തുന്നോ, ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം ഇപ്പം മീരയുടെ കൂടെ ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് എന്താ ഇപ്പോൾ പറയാനുണ്ടാവുക? ഇനി ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പം ഏകദേശം 1 മാസം മുമ്പ് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒരാഴ്ചയായിട്ടുള്ളൂ തിരിച്ച് കിട്ടിയിട്ട്. അപ്പം ആദ്യം ഉണ്ടാവണ ആദ്യം പാട്ടൊക്കെ ഇട്ടാൽ പെട്ടെന്ന് ആവാറുണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ചൊന്ന് ബാക്കൗട്ട് ആയിട്ടുണ്ടാകും. അപ്പം അത് ഇനി ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക എന്നുള്ളത്. അതിപ്പോൾ ആരാണ് ഹാക്ക് ചെയ്തത്? അത് വിയറ്റ്നാമിലുള്ള ഏതൊരു ടീമാണെന്നാണ് പറഞ്ഞത്. അതപ്പോൾ ഈ മറ്റേ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ അതൊന്നും ഇല്ല, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാ പറ്റിയത്. അയ്യോ, കുറേ ഫോളോവേഴ്സ് നമ്മൾ അങ്ങനത്തെ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വളർത്തി കൊണ്ടുവരാന്ന് പറയുന്നത് അത് വലിയ ടഫായിട്ടുള്ള അത് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും അല്ലേ? എങ്ങനെ അറിഞ്ഞപ്പോ എന്തായി? എങ്ങനെ അത് അറിഞ്ഞത്? മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ലോഗിൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെയല്ല, ഞാൻ ഇതിന് പ്രോഗ്രാം എൻക്വയറീസിന് വേണ്ടിയിട്ട് മെയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മെയിൽ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ മെറ്റാന്നുള്ളതിലാണ് മെയിൽ വന്നത്. അപ്പോൾ ഞാനത് ഫേക്കായിരുന്നു. അപ്പോൾ ഞാനത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ ഞാനത് എടുത്ത് അങ്ങനെയാണ് അക്കൗണ്ട് പോയത്. ലിങ്ക് ക്ലിക്ക് ചെയ്തോ? എന്നിട്ട് എങ്ങനെ റിക്കവർ ചെയ്തു? അത് റിക്കവർ ചെയ്തത് ജിയാസ് ജമാൽ എന്ന് പറഞ്ഞിട്ടൊരു സൈബർ ലോയർ ഉണ്ട്, ആളും അതുപോലെ തന്നെ സൈബെക്സ് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ടീമും കൂടെ ചേർന്ന്. എന്നിട്ട് അവർ ഹാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫോട്ടോസ് അപ്ലോഡ് ചെയ്യല്ല, മെസ്സേജ് ചെയ്യുക? ഇല്ല, അവരുടെ കുറച്ച് ഫോട്ടോസ് തന്നെ അതിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മൾ ഹാക്ക് ചെയ്ത് പോയ അക്കൗണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വഴി തന്നെ തിരിച്ചെടുക്കാൻ പറ്റും. സെൽഫി വീഡിയോ വഴിയിട്ട് ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് കിട്ടും. പക്ഷെ ഇവർ ഫോട്ടോ ഇട്ട കാരണം നമുക്കത് എടുക്കാൻ പറ്റും. അവർ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത കാരണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഹാപ്പിയാണ് അടുത്തത്. கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை, கண்களுக்கு சொந்தமில்லை. கண்ணோடு மணியானாய் அதனால் கண்ணை விட்டு பிரிவதில்லை, நீ என்னை விட்டு பிரிவதில்லை. ആക്ച്വലി ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആര്യദയലല്ലേ, ആര്യദയലിനാണ് ഓർമ്മ വരിക ആ പാട്ട് കേൾക്കുമ്പോൾ. ഓക്കെ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സിംഗർ ആരാണ്? എനിക്ക് സിത്താര കൃഷ്ണ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള സിംഗർ ആര്? സിത്താര ചേച്ചി. ഓക്കെ, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പം ഇൻ്റർവ്യൂ ഔട്ട് ആവുകയാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു 5 സാഡ്. അതിപ്പോൾ സിമ്പിളായിട്ട് കിട്ടുമല്ലോ. ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴാരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുവതമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. പാട്ട് നിൽക്കുന്നത് ഞാൻ അറിയുന്നില്ല കൈസ്. ഓക്കെ, അപ്പോൾ വീട്ടിലെങ്ങനെയാണ് അമ്മു? ഇങ്ങനെ എന്താ കുരുത്തക്കേടുള്ള കൂട്ടത്തിലാണോ, ദേഷ്യം പിടിക്കണ കൂട്ടത്തിലാണോ? ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കണം എന്തിനാ? വഴക്ക് കേൾക്കുന്നത് പണി എന്തെങ്കിലും എടുക്കാത്തതിനാവും. വീട്ടിൽ നിന്ന് എങ്ങനെ കിച്ചണില്? ഓക്കെ, ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അറിയാം. എന്തൊക്കെ ഉണ്ടാക്കും? ഞാൻ ഒരുവിധം എല്ലാതും ഉണ്ടാക്കാറുണ്ട്. പിന്നെ അമ്മ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും അതിൻ്റെ റെസിപ്പി
ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാറുണ്ട്. നെയ്ച്ചോറിന്റെ റെസിപ്പി വേണ്ട, കറി കറി എന്തെങ്കിലും. കറി കടായി ചിക്കൻ ഒക്കെ ഉണ്ടാക്കും ഞാൻ. നമ്മൾ കാണാൻ പോകുന്നത് കടായി ചിക്കൻ്റെ റെസിപ്പിയാണ്. പറഞ്ഞോ. അതായത് ആദ്യം നമ്മൾ ഫസ്റ്റ് ചിക്കൻ വാങ്ങണം, കഴുകിയിട്ട് വൃത്തിയാക്കണം. അതിൽ അത് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കും. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും. അപ്പൊ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യണോ അതോ ഹാഫ്? അത് അങ്ങനെ ഇഷ്ടം പോലെ. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്താൽ അപ്പൊ ആ ഒരു ഇത് കുക്കറി ഷോ ആയിട്ട് പറഞ്ഞു. അല്ല, നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അതേപോലെ. അല്ല, ഈ കടായി ചിക്കൻ മറ്റേ നമ്മൾ കറിയിലിടുന്നതല്ലേ ചിക്കൻ, അപ്പം ഫുള്ള് എന്തേലും പറയാം. അല്ല, നമുക്ക് എങ്ങനെയാണോ നമുക്കത് ഇഷ്ടം, നമ്മൾ ഉണ്ടാക്കാലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാലോ. അപ്പോൾ എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളി വഴറ്റിയിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് തക്കാളി ഇടൂല, ഞാൻ ഇടില്ല, ഇടുമോ എനിക്കറിയില്ല. പിന്നെ ടൊമാറ്റോ സോസ്. തക്കാളി ഇടൂല, ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഇത് ഉള്ളി നല്ലോണം വഴറ്റണം, ബ്രൗൺ കളർ ആവണം. എന്നിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി പൊടികളൊക്കെ ഇട്ടിട്ട് പെരുംജീരകപ്പൊടി ഇല്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇട്ടാൽ, അതിടാം. എന്നിട്ട് പിന്നെ ചിക്കൻ അതിലിട്ടിട്ട് കുറച്ച് നേരം ഇളക്കി മല്ലിച്ചപ്പൊക്കെ ഇട്ട് കടായി ചിക്കൻ റെഡി. എല്ലാവരും ഒരു കടായി ചിക്കൻ ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, വീട്ടിലങ്ങനെ ദേഷ്യം ഉള്ള കൂട്ടത്തിലാണോ? ദേഷ്യം വന്നാൽ എന്താ ചെയ്യാ? എപ്പോഴൊന്നും ദേഷ്യമൊന്നും വരില്ല, പക്ഷെ വരുമ്പം കുറച്ച് ചെറിയ കാര്യത്തിനാണ് അധികം ദേഷ്യം ഉണ്ടാവാൻ തോന്നുന്നു. അങ്ങനെ ഇറിറ്റേഷൻ, മൂഡ് സ്വിങ്സ്. വലിയ കാര്യത്തിനൊക്കെ ദേഷ്യം വരില്ല, ഭയങ്കര വിഷമം, ഡൗൺ ആയി പോവുള്ളൂ. അപ്പൊ ഡൗൺ ആവുന്ന സമയത്ത് ഓക്കെ ആവാൻ എന്താ ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ചോദിക്കാം. അതായത് നമുക്കിപ്പോൾ മൈൻഡ് നമ്മൾ ഡൗൺ ആയി പോവാം, ടെൻഷൻ ആവാം. അപ്പോൾ വിചാരിക്കും നമ്മൾ ഓക്കെ ഇന്നയാൾ വന്നിട്ട് എടാ അങ്ങനെയൊന്നും ഇല്ല, അല്ലെ ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ, അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ ആരും ഇല്ല വിചാരിക്കും, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ സെൽഫായിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഞാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ പാട്ട് കേൾക്കും, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അതായത് രാത്രിയൊക്കെ ആണെങ്കിൽ പാട്ട് കേട്ട് കരയൊന്നുമില്ല, വെറുതെ കേട്ട് ഇങ്ങനെ. വിഷമമുള്ള പാട്ട് കേട്ട കരയൂല? ഇല്ല, നമ്മൾ പിന്നെ ചിലപ്പോൾ പഠിക്കാന്നുള്ളൊരു മൈൻഡിൽ അതിങ്ങനെ വെറുതെ കേട്ട് അങ്ങനെ ഇരിക്കും. ഓക്കെ. പിന്നെ പകലൊക്കെ ആണെങ്കിൽ നടക്കും, എവിടേക്കെങ്കിലും ഇറങ്ങി വെറുതെ നടക്കില്ലേ, പുറത്തു കൂടെയോ വീടിൻ്റെ അടുത്ത് കൂടെയോ. കോളേജിലൊക്കെ ആണെങ്കിൽ ഭയങ്കര സുഖം, കോളേജിൻ്റെ നടക്കാമല്ലോ, കോമ്പൗണ്ട് കൂടെ. അപ്പം ഇപ്പം പഠിക്കുന്നുണ്ട്, പാട്ടും കൊണ്ടുപോകുന്നുണ്ട്, അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ലൈഫിൽ, കരിയർ ആയിട്ട് കൊണ്ടുപോകാൻ. ഒന്നിക്ക് പാട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തായിരുന്നു പഠിക്കുന്നത്? ഹിസ്റ്ററി. ഹിസ്റ്ററി. ഹിസ്റ്ററി ഒക്കെ എങ്ങനെ എടുത്ത് പഠിക്കുന്നത്? ഞാൻ മറ്റേ +2 എപ്പോഴാണ് 10th പഠിക്കുമ്പോൾ തന്നെ ഉറക്കം വരും. ഞാൻ സയൻസ് ആയിരുന്നു +2 വരെ. എനിക്ക് ഹിസ്റ്ററിനോട് എന്തോ ഇഷ്ടമാണോ? കുഴപ്പമില്ല, എന്നാലും മടുപ്പാവൂലേ? എനിക്കറിയില്ല, എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ് എന്തോ. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പാട്ടായിരിക്കും എടുക്കേണ്ടത്. ഓക്കെ, ഹിസ്റ്ററി പഠിച്ചിട്ട് ഇനിയിപ്പം ഡിഗ്രി ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ B.Ed ചെയ്യണം, അങ്ങനെ ടീച്ചറാവാനാണ് ആഗ്രഹം. ലെക്ചറർ അങ്ങനെ ഒരു ഇതിൽ പോകണം തന്നെയാണ്. പാട്ടിൻ്റെ ഇതിലാണെങ്കിൽ എന്തായിരിക്കും ഒരു വിഷൻ? എന്താണ്? സിനിമയിൽ പാടുക എന്നുള്ളതുണ്ട്, പിന്നെ എനിക്ക് ലൈവ് പ്രോഗ്രാംസ് ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. ഓക്കെ, ഇങ്ങനത്തെ പാട്ട് പാടില്ല, അതായത് ഇപ്പം ഭയങ്കര ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചു ചില്ലായിട്ട് അങ്ങനത്തെ സോങ്സ് ഏതെങ്കിലും ഒന്നറിയോ? അങ്ങനെ നമുക്കിപ്പോൾ പാടായിരുന്നു. ഞാൻ അങ്ങനെ ചില്ലല്ല, പക്ഷെ ഞാൻ അഴുകിയല്ല വലിയ കുഴപ്പമില്ല. സിത്താര ചേച്ചീൻ്റെ പാട്ടിലൊക്കെ അരുതരുത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ അതൊക്കെ പാടാറുണ്ട്. അതുപോലെ കണ്ണോട് കാണുമ്പോഴെല്ലാം അതൊക്കെ പ്രോഗ്രാംസിന് പാടാറുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു പാട്ട് പാടാം. അയ്യോ പുഴക്കാട് അതിനങ്ങേ മലമേട് കളയല്ലേ മുടിയല്ലേ വേണ്ടരുതരുത്, ആന പുലിയോന്ത് കിളിപ്പാമ്പ് പുഴുമീന് ഒരു കൊല വേണ്ടേ അരുതരുത്, നീരോടും വഴികളിൽ പൂമേട പണിഞ്ഞിട്ട് നാളെ നീ കരയരുതരുതരുത്, ഭൂവിൻ്റെ അവകാശി നീ മാത്രമല്ല പലരാണെന്നു മറക്കരുതരുതരുത്, ഇനിയൊരു ധമനിയുടെ അഴിമതിയൊരു ചെറുമഴവേറിയരുതരുത്, ഇനിയൊരു ധമനിയുടെ അഴിമതിയൊരു ചെറുമഴവേറിയരുതരുത്. അപ്പം മെലഡി സോങ്സും മറ്റേ മാപ്പിളപ്പാട്ട് മാത്രം. മാപ്പിളപ്പാട്ടായിരുന്നു നമ്മൾ പാടിയില്ലല്ലോ അല്ലേ? ഇല്ല, അത് പാടണം.
ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ഇതും വഴങ്ങും. ഓക്കെ, അപ്പം ഓക്കെ, ഇപ്പം നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. നമ്മുടെ സൗണ്ട് മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എനിക്ക് ഇത് പരിപാടി എന്തെങ്കിലും പറയുമ്പോഴാണ് സൗണ്ടിന് അധികം പ്രശ്നം വരിക. ഓക്കെ, അത് നമ്മളെ മറ്റേ കല്യാണത്തിനൊക്കെ പോകുമ്പോഴായിരിക്കും പിമ്പിളൊക്കെ വരിക, അതുപോലത്തെയാ. അങ്ങനെയാണ്. അപ്പം വീട്ടിൽ തേനുണ്ട്, തേന് ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചതാണ്. എന്നാലും ഇപ്പൊ ആണെങ്കിൽ അത് തേന് കഴിക്കും, അപ്പൊ സൗണ്ട് ക്ലിയർ ആവും കുറച്ച്. അത് എനിക്ക് അങ്ങനെ തോന്നുന്നു, പക്ഷെ സത്യമാണെന്ന് അറിയില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ അതിനൊരു ടൈം അങ്ങനെയല്ല. ഞാൻ എന്തെങ്കിലും വീട്ടിലിങ്ങനെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ തണുത്തത് ഒഴിവാക്കാൻ വേണ്ടി. എനിക്ക് പൊതുവെ ഐസ്ക്രീം അങ്ങനത്തേനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പൊ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടല്ല എനിക്ക്. അങ്ങനെ ടേസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ എനിക്ക് എരിവ് കുറച്ച് ഇഷ്ടമാണ്. എരിവുള്ള സാധനങ്ങളാണ് ഇഷ്ടം, മധുരമൊന്നും വലിയ ഇഷ്ടമില്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ, അതായത് ലൈഫിലിപ്പം കുറേ സക്സസ് ആയി എന്ന് നമുക്ക് തോന്നുമല്ലോ. അതായത് പ്രൗഡായിട്ട് ഫീൽ ചെയ്തൊരു മൊമെന്റ് എന്തെങ്കിലും ഒന്ന് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ഞാനിപ്പം പരിപാടികൾക്കൊക്കെ പോലെ തുടങ്ങിയപ്പം അതിന്ന് കിട്ടുന്ന പൈസ ഞാനൊരു വണ്ടി എടുത്തു. ഏതാണ്? വാഗ്നർ. ചെറിയ എത്ര വയസ്സാണ്? ഫുള്ള് ഞാനല്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു ഷെയർ അങ്ങനെ വെച്ചിട്ട് ഞാനൊക്കെ 18 വയസ്സിൽ എന്താക്കി. അത് ഭയങ്കര സംഭവമാണ്, തോന്നാറുണ്ട് അങ്ങനെ. അത് എന്തായിട്ടും നല്ല കാര്യം. അപ്പം നമുക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്തല്ലേ? ഓക്കെ, അപ്പം അതാണ് അങ്ങനത്തെ ഒരു മൊമെന്റ്. ഓക്കെ, അപ്പം ഇനി ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഡ്രീം ചോദിക്കുമ്പോൾ പറയാൻ എനിക്കിത് വേണം, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും സാധനം വാങ്ങാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലെത്താനും, അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം നമുക്ക് ഉണ്ടാവുമല്ലോ. ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് അതെന്തായിരിക്കും? ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക്, അതായത് എങ്ങനെ പോയാലും പാട്ടിൻ്റെ ഒരു സംഭവം ബ്രേക്ക് ആവരുത് എന്നുള്ള അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പാട്ടും കൂടെ ഒരുമിച്ച് എപ്പോഴും കൊണ്ടുപോകണം, പ്രോഗ്രാംസ് ചെയ്യണം. അപ്പം ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പറഞ്ഞു കൂടുതലും മാപ്പിളപ്പാട്ടാണ് പാടാറെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതുവരെ മാപ്പിളപ്പാട്ട് പാടിയിട്ടില്ല, സോറി, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം നമുക്കൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം. അമ്പൻ തൗഫീഖിൽ മൂത്തവർ, ഹലർ മൗതുദീത്തവർ, ഇമ്മലബാരണഞ്ഞവർ, ഇസ്ലാമിൻ തേജസാണവർ, കശ്ഫ് കറാമത്തേറ്റേ, ഹൈറായ ദീനെ പോറ്റിയേ, മഷൂദിൻ ശക്തി പാറ്റിയേ, മജ്ദൂബൻ ഹൂ റളിയല്ലാ, മമ്പൂറപ്പൂ മക്കാമിലെ, മൗലദവീലവാസിലെ, ഇമ്പപ്പൂവായ ഹുത്ബോലി, സയ്യിദലവി റളിയല്ലാ. സൂപ്പർ. ഓക്കെ, അപ്പം നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്ക് മുഴുവൻ പാട്ട് കേട്ടിരിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. അപ്പോൾ വന്നതിലും ഒരുപാട് സന്തോഷം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു ഇൻ്റർവ്യൂ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ. സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും നിന്നെ, സുബർഗത്തോപ്പിലെ ഹൂരെ പോലെ മുഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ, കവിളിൽ മറുകുള്ള സുന്ദരി അവൾ, കരളു കവർന്നൊരു പൈങ്കിളി, സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും നിന്നെ. താങ്ക് യു.